എൻ്റെ പേര് ഷിൻവി ഗണേഷ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോണത് ഓർക്കിഡിൻ്റെ റീപോട്ടിംഗ് ആണ് കേട്ടോ. അപ്പോൾ റീപോട്ടിംഗ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലേ. അതിനു മുന്നായിട്ട് നമുക്ക് എൻ്റെ ഓർക്കിഡ്സ് തൈകളെ ഒന്ന് കണ്ടാലോ. നല്ല ഭംഗിയല്ലേ ഇവരെ കാണാൻ. അപ്പോൾ നമുക്ക് അവരെ ഒന്ന് കാണാമല്ലേ. അപ്പോൾ നമുക്ക് റീപോർട്ട് ചെയ്യാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് തൊണ്ടാണ്, ചകിരി, നമ്മുടെ തേങ്ങയുടെ തൊണ്ട്, ഇത് വേണം. പിന്നെ ഇത് കുറച്ച് എന്താണെന്ന് പറയുക, ഇങ്ങനെ കുറച്ച് നല്ല ഉൾഭാഗം നല്ലോണമുള്ള കഷ്ണങ്ങൾ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇത് വെള്ളം നമുക്ക് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചകിരി ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ റീപോർട്ട് ചെയ്യാൻ എടുത്തിട്ടുള്ള ചകിരി കഷ്ണം മുറിച്ചതിന് ശേഷം ഒരാഴ്ച വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. ഇതിൻ്റെ കറകളൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരാഴ്ച വെള്ളത്തിലിട്ട് വെക്കുന്നത്. വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തിട്ടുള്ള തൊണ്ടിൻ്റെ പീസുകളാണ് കേട്ടോ ഇതെല്ലാം. അപ്പോൾ അങ്ങനെ ചെയ്യണേ. അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് കരിയാണ്. കരി നമുക്ക് ഈ ചകിരിയും കരിയും ഒക്കെ നമുക്ക് കടകളിൽ നിന്ന് മേടിക്കാൻ കിട്ടും കേട്ടോ. വീട്ടിലില്ലെങ്കിൽ ഇല്ലാത്തവർക്ക് കടയിൽ നിന്ന് നമുക്ക് മേടിച്ചെടുക്കാം. കരിയും കിട്ടും, അതുപോലെ തന്നെ ചകിരിയും കിട്ടും. അപ്പോൾ നമുക്ക് കരി ഇത് ഞാൻ എടുത്തിട്ടുള്ള ഇവിടെ കത്തിച്ച വിറകിന് അങ്ങനെ എടുത്തിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് നല്ല ഹോളുള്ള ഒരു ചട്ടി. ഹോള് ഇതാകണ്ടല്ലേ, ചുറ്റിലും ഹോളുള്ള നല്ല എയർ സർക്കുലേഷൻ വേണം നമ്മുടെ ഓർക്കിഡ്സ് റീപോർട്ട് ചെയ്യുന്ന ചട്ടിക്ക്. അപ്പോൾ ഒരു ചട്ടി. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് തൈയാണ്, ചെറിയ തൈയാണ് റീപോർട്ട് ചെയ്യാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചെറിയ ചട്ടി എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ ഇതിലും ചെറുതാണ് ഈ ഒരു ചുറ്റില് തൊണ്ട് മാത്രം ഒന്ന് ടൈറ്റായ രീതിയിൽ വെക്കുക. പ്ലാന്റ് ടൈറ്റ് ആവാതെ തൊണ്ട് കുറച്ച് ടൈറ്റായ രീതിയിൽ വെക്കുക. ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതിനാന്ന് വെച്ചാൽ നമ്മളെ വെള്ളം കൊടുക്കുമ്പോൾ ചെടിക്ക് വെള്ളം കൊടുക്കുമ്പോൾ ഈ അതിലുള്ള തൊണ്ടൊക്കെ ഇങ്ങനെ ഇളകി കളിക്കും ഒക്കെ ചെയ്യുമ്പോൾ ഈ റൂട്ട് വളരുന്ന സമയത്ത് ചിലപ്പോൾ ചകിരിയൊക്കെ തൊടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഉള്ളിൽ കൂടെ കണ്ടിട്ടില്ലേ നിങ്ങളിങ്ങനെ ചകിരിയുടെ ഉള്ളിലേക്ക് ഇങ്ങനെ റൂട്ട്സ് വരുമല്ലോ. അപ്പോൾ ഇങ്ങനെ എപ്പോഴും ഇളകി കളിച്ചുകൊണ്ടിരുന്ന ആ റൂട്ട്സിന് ഇളക്കം ഇങ്ങനെ സംഭവിക്കുകയല്ലേ. അപ്പം അങ്ങനെ സംഭവിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്.
അപ്പോൾ നമ്മുടെ പ്ലാന്റ് ഒരിക്കലും അതിൽ ടൈറ്റായി പോകരുത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുക. നമ്മൾ ഉണ്ടല്ലോ സെൻറ്റർ ഭാഗത്തുള്ള പ്ലാന്റ് അത്ര ടൈറ്റായിട്ടല്ല വെച്ചിട്ടുള്ളത്, നമ്മൾ തൊണ്ട് മാത്രമാണ് ടൈറ്റായിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ ഇളകൊന്നുമില്ലല്ലോ, അതിനാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. അങ്ങനെ ഞാനിത് റിപ്പോർട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ ഏകദേശം നമ്മളെ തൊണ്ടൊക്കെ നല്ല ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ മുകൾ ഭാഗം മാത്രമേ ഉള്ളൂ കേട്ടോ കുറച്ച് ടൈറ്റായിട്ട് വെച്ചിട്ട്. പ്ലാന്റിന് അത്ര ടൈറ്റിലല്ല, ലൂസായിട്ട് തന്നെയാണ് പ്ലാന്റ് ഇരിക്കുന്നത്. പിന്നെ നമുക്ക് അടിഭാഗത്ത് നോക്കിയാൽ നമുക്ക് നല്ലോണം അറിയാൻ പറ്റും. അടിഭാഗം കരിക്കട്ട കുറഞ്ഞ രീതിയിൽ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അടിഭാഗത്ത് റൂട്ട്സിന് ഈസി ആയിട്ട് വളരാൻ കഴിയും, പുറത്തേക്ക് വരാനും ഒക്കെ കഴിയും കേട്ടോ. അങ്ങനെയാണ് അത് ചെയ്തിട്ടുള്ളത്. നമ്മൾ മേടിക്കുന്ന ഓർക്കിഡിൻ്റെ തൈകൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ചെറിയ പോട്ടിലാണ് അവർ ഓർക്കിഡ് നമുക്ക് തരുന്നത്. എത്രത്തോളം ടൈറ്റാക്കിയിട്ടാണ് ആ ചകിരി വെച്ചിട്ടുള്ളതെന്ന് നമുക്ക് കണ്ടാലറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം കുറച്ച് നേരം നമ്മൾ വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്ത് വെക്കുക. കാരണം നല്ല ഉണങ്ങിയ ചകിരിയൊക്കെ അല്ലേ, അപ്പോൾ വെള്ളം ഒന്ന് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം നമ്മൾ വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്ത് വെക്കുക. നമ്മുടെ ഓർക്കിഡിൻ്റെ നന ഏകദേശം കാലാവസ്ഥ നോക്കിയിട്ടായിരിക്കണം കേട്ടോ. നല്ല മഴയുള്ള സമയത്തൊക്കെ ആണെങ്കിൽ നമ്മൾ കുറഞ്ഞ രീതിയിൽ വെള്ളം കൊടുക്കാൻ പാടുള്ളൂ. അത് ഒരു നല്ല ചൂടുള്ള കാലാവസ്ഥയാണെങ്കിൽ നമ്മൾ വെള്ളം കൊടുക്കുന്നത് അത്യാവശ്യമാവും വേണം. കാരണം 15 ദിവസം കൂടുമ്പോൾ വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്ത് വെക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക. പിന്നെ ഡെയിലി സ്പ്രേ ചെയ്ത് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫെർട്ടിലൈസറും വെള്ളത്തിൽ കുറച്ച് ജൈവവളം ചേർക്കുന്നത് നന്നായിരിക്കും. പിന്നെ അതുപോലെ രാസവളമാണെങ്കിൽ നേരിയ തോതിൽ മാത്രം ഉപയോഗിക്കണേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ടാവും, അതുകൂടി ഒന്ന് എനേബിൾ ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.